ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. കേരളത്തിന്റെ വികസന യാത്രയിൽ പുത്തൻ അധ്യായം തീർത്ത് വിഴിഞ്ഞത്തെത്തിയ ആദ്യ മദർഷിപ്പിന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാളിന്റെയും നേതൃത്വത്തിൽ ഔദ്യോഗിക സ്വീകരണം നൽകി. തുറമുഖത്തിന്റെ ട്രയൽ ഓപ്പറേഷന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിച്ചു. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കപ്പലുകൾക്ക് ബർത്ത് ചെയ്യാൻ കഴിയുന്ന വിധത്തിലുള്ള തുറമുഖമാണിതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. രാജ്യത്തെ സമുദ്രമേഖലയുടെ വികസനത്തിന് സുപ്രധാന നാഴികക്കല്ലായി വിഴിഞ്ഞം തുറമുഖം മാറുമെന്ന് ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ വ്യക്തമാക്കി. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ സ്വകാര്യ കെയർ ഹോമിൽ കോളറ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ സ്ഥിതിഗതികൾ ആരോഗ്യമന്ത്രി വീണ ജോർജ് അവലോകനം ചെയ്തു. പ്രദേശത്ത് കോളറ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമായി നടന്നുവരികയാണെന്നും ആശങ്ക വേണ്ടെന്നും മന്ത്രി പറഞ്ഞു. എല്ലാ ജലസ്രോതസ്സുകളിൽ നിന്നും വെള്ളത്തിന്റെ സാമ്പിളുകളും ഭക്ഷണ സാമ്പിളുകളും പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. രോഗം ബാധിച്ചവർ ഐരാണിമുട്ടത്തെ ഐസൊലേഷൻ വാർഡിൽ ചികിത്സയിലാണ്. സാധ്യമായ എല്ലാ കാര്യങ്ങളും ആരോഗ്യവകുപ്പ് ചെയ്തിട്ടുണ്ട്. പുതിയ ക്ലസ്റ്ററുകൾ ഉണ്ടാകാതിരിക്കാനുള്ള നടപടി സ്വീകരിക്കാനും നിരീക്ഷണം ശക്തമാക്കാനും മന്ത്രി നിർദ്ദേശം നൽകി. എല്ലാ വർഷവും ജൂൺ 25 സംവിധാൻ ഹത്യ ദിവസമായി ആചരിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. 1975 ജൂൺ 25-നാണ് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. അടിച്ചമർത്തുന്ന സർക്കാരിന് കീഴിൽ വിവരണാതീതമായ പീഡനങ്ങൾ നേരിട്ടിട്ടും ജനാധിപത്യം പുനരുജ്ജീവിപ്പിക്കാൻ പോരാടിയ ദശലക്ഷക്കണക്കിന് ആളുകളെ ആദരിക്കാനാണ് ഈ തീരുമാനമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സംവിധാൻ ഹത്യ ദിവസം ആചരിക്കുന്നത് ഓരോ ഇന്ത്യക്കാരനിലും വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെയും ജനാധിപത്യ പ്രതിരോധത്തിന്റെയും ബോധം നിലനിർത്താൻ സഹായിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഭരണഘടനയെ അട്ടിമറിക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്നതിന്റെ ഓർമ്മപ്പെടുത്തലായിരിക്കും സംവിധാൻ ഹത്യ ദിവസമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോൺഗ്രസിന്റെ ഭരണകാലത്ത് പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥയുടെ ദുരിതമനുഭവിച്ച ഓരോ വ്യക്തിക്കും ശ്രദ്ധാഞ്ജലി അർപ്പിക്കുന്ന ദിനം കൂടിയായിരിക്കും ഇതെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യയിലെ ആദ്യത്തെ രാജ്യാന്തര ജനറേറ്റീവ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കോൺക്ലേവിന് കൊച്ചിയിൽ സമാപനമായി. 2 ദിവസമായി നടന്ന കോൺക്ലേവ് വിജയമാണെന്നും ഇത് കേരളത്തിന് കൂടുതൽ ആത്മവിശ്വാസം പകർന്നതായും വ്യവസായ മന്ത്രി പി രാജീവ് പറഞ്ഞു. ലോകത്തെ എല്ലാ മേഖലകളിലും നിന്നുള്ള AI വിദഗ്ധരെയും ഇതിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞതായും മന്ത്രി പറഞ്ഞു. തുറവൂർ അരൂർ എലിവേറ്റഡ് ഹൈവേയുടെ പടിഞ്ഞാറ് ഭാഗത്തെ റോഡ് സഞ്ചാരയോഗ്യമാക്കുന്നതിനുള്ള പ്രവൃത്തികൾ ഇന്ന് രാത്രി 10 മണിയോടെ ആരംഭിക്കും. ഈ റോഡിലൂടെയുള്ള ഗതാഗതം രാത്രി മുതൽ തടയും. ഗതാഗത പ്രശ്നങ്ങൾ കുറയ്ക്കാൻ കിഴക്കേ റോഡ് ഗതാഗതത്തിനായി തുറന്നു നൽകിയിട്ടുണ്ട്. ഇതുവഴി വടക്ക് അരൂർ ഭാഗത്തേക്ക് സിംഗിൾ ലൈൻ ട്രാഫിക്കാണ് അനുവദിക്കുക. ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കുഴിയെടുക്കുമ്പോൾ പുറന്തള്ളുന്ന ചെളി എത്രയും പെട്ടെന്ന് നീക്കം ചെയ്യാൻ അടിയന്തരമായി നടപടി സ്വീകരിക്കാൻ മന്ത്രി പി പ്രസാദ് പങ്കെടുത്ത യോഗത്തിൽ തീരുമാനമായി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പൊതു ആവശ്യ ഫണ്ടിലേക്ക് 421 കോടി രൂപ കൂടി ധനവകുപ്പ് അനുവദിച്ചു. ത്രിതല പഞ്ചായത്തുകൾക്കും നഗരസഭകൾക്കുമായി ജൂൺ ജൂലൈ മാസങ്ങളിലെ ഗഡുവായാണ് തുക അനുവദിച്ചത്. ന്യൂനമർദ്ദ പാത്തിയുടെ സ്വാധീനത്താൽ കേരളത്തിൽ വ്യാപക മഴ. പത്തനംതിട്ട, കോട്ടയം, കണ്ണൂർ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. 9 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. കേരള, തമിഴ്നാട് തീരങ്ങളിൽ നാളെ രാത്രി വരെ കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ മുംബൈ സന്ദർശിക്കും. ഗോരേഗാവിലെ നെസ്കോ എക്സിബിഷൻ സെന്ററിൽ 29,400 കോടി രൂപയിലധികം ചെലവ് വരുന്ന റോഡ്, റെയിൽവേ, തുറമുഖ മേഖലയുമായി ബന്ധപ്പെട്ട വിവിധ പദ്ധതികൾക്ക് അദ്ദേഹം തുടക്കമിടുകയും രാഷ്ട്രത്തിന് സമർപ്പിക്കുകയും ചെയ്യും. സാമ്പത്തികവും സാമൂഹികവുമായ വളർച്ചയ്ക്കുള്ള എഞ്ചിനാണ് ബിംസ്റ്റെക് എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സമാധാനപരവും സമൃദ്ധവും സുസ്ഥിരവും സുരക്ഷിതവുമായ ബിംസ്റ്റെക് മേഖലയ്ക്കുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത അദ്ദേഹം ആവർത്തിച്ചു. ബിംസ്റ്റെക് അംഗരാജ്യങ്ങളിൽ നിന്നുള്ള വിദേശകാര്യ മന്ത്രിമാർ ഇന്ന് ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. കണക്ടിവിറ്റി, ഊർജ്ജം, വ്യാപാരം, ആരോഗ്യം, കൃഷി, ശാസ്ത്രം, സുരക്ഷ, ജനങ്ങളുമായുള്ള ആശയവിനിമയം തുടങ്ങിയ മേഖലകളിൽ പ്രാദേശിക സഹകരണം ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ച് പ്രധാനമന്ത്രിയുമായി അവർ ചർച്ച നടത്തി. ഇന്ത്യയുടെ നെയ്ബർഹുഡ് ഫസ്റ്റ്, ലുക്ക് ഈസ്റ്റ് പോളിസീസ്, സാഗർ ദർശൻ നയങ്ങൾ ശ്രീ മോദി എടുത്തു പറഞ്ഞു. സെപ്റ്റംബറിൽ തായ്ലൻഡിൽ നടക്കുന്ന ബിംസ്റ്റെക് ഉച്ചകോടിക്ക് രാജ്യത്തിന്റെ പൂർണ്ണ പിന്തുണ പ്രധാനമന്ത്രി അറിയിച്ചു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.